ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. മറ്റുള്ളവർക്കുള്ള കത്തോ പാഴ്സലോ അബദ്ധത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ അത് നിങ്ങളുടേതല്ല, നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട പോസ്റ്റ്മാന് തിരിച്ചു കൊടുക്കും. എന്നാൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കാതെ അത് സ്വന്തമാക്കി വെച്ചാലോ? അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ്മാൻ വിതരണം ചെയ്യുന്ന കത്തുകളോ പാഴ്സലുകളോ അല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വന്നു കയറുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും സംഭവങ്ങളുമാണ്. ഒരു മനുഷ്യന്റെ ജന്മ അവകാശം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും സൗഭാഗ്യവുമൊക്കെയാണ്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരിക്കലും അയാളുടെ അവകാശമല്ല, അയാൾക്ക് വന്നു ചേരാനുള്ളതുമല്ല. പക്ഷേ യാഥാർത്ഥ്യമാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ വന്നു ചേർന്ന അനുഭവത്തെ സ്വന്തമാക്കി വെച്ച് അതിനെ ഇടയ്ക്കിടെ തുറന്നു നോക്കി അതിൽ തന്നെ അടയിരിക്കുന്ന ഒരു രീതി, അത് വളരെ അപകടകരമാണ്. കാരണം വേദന ഉളവാക്കുന്ന അനുഭവങ്ങളോ സംഭവങ്ങളോ അയാളുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നാൽ തന്നെ എത്രയും വേഗം ആ അനുഭവത്തെ മടക്കി അയക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതം. എന്നാൽ അതിനു പകരം അവയെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂക്ഷിച്ചു വെച്ച കാര്യങ്ങൾ ഇടയ്ക്കിടെ എടുത്ത് തുറന്നു നോക്കുന്ന ഒരു സ്വഭാവമാണ്. ഓർമ്മകളിലൂടെ ഒരിക്കൽ വേദനപ്പെടുത്തിയ സംഭവം പിന്നെ വീണ്ടും തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ വേദന പിന്നെയും വർദ്ധിക്കുന്നു. പല പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോൾ ആ വേദന 10 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരിക്കും.